നമസ്കാരം. പി എം ശ്രീ പദ്ധതി മരവിപ്പിച്ചു കേരളം എന്ന തരത്തിലേക്കുള്ള ഒരു അറിയിപ്പ് അല്ലെങ്കിൽ ഒരു അറിവ് തങ്ങൾക്ക് ലഭ്യമായിട്ടില്ല. തങ്ങൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല എന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നു. രേഖാമൂലം കേരളത്തിൻ്റെ അറിയിപ്പ് കിട്ടിയാൽ ഇതിൽ മേലുള്ള നടപടികളും നിലപാടുകളുമൊക്കെ അറിയിക്കാം. വ്യവസ്ഥകളിൽ ഇളവ് ഒരു സംസ്ഥാനത്തിന് മാത്രമായി നൽകണോ എന്നത് പരിശോധിക്കേണ്ട കാര്യമാണ്. തൽക്കാലം പദ്ധതി നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. അതിനെന്തെങ്കിലും തടസ്സം നിലവിൽ ഇല്ല എന്ന് തന്നെയാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പറയുന്നത്. അതേസമയം പി എം ശ്രീയിൽ നിന്ന് കേരളം പിന്നോട്ടെന്ന വാർത്തകളോട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. ഏതായാലും കേരളം ഇത്തരത്തിൽ ഒരു ചില മാനദണ്ഡങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് മുമ്പിൽ രേഖാമൂലം വെച്ചാൽ ഏതെങ്കിലും തരത്തിലുള്ള നിലപാട് പുനഃപരിശോധന ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഒരുപക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കേരളത്തിന് മാത്രമായി ഒരു ഇളവ് നൽകാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം തയ്യാറാകും എന്ന് നമുക്ക് കരുതാൻ സാധിക്കില്ല. എന്തായാലും CPIയുടെ കടുത്ത എതിർപ്പിനെ തുടർന്ന് PM ശ്രീ പദ്ധതി മരവിപ്പിക്കുന്ന തരത്തിലേക്കുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. സ്വാഭാവികമായും ഇത് എത്രത്തോളം പ്രായോഗികമാണ് എന്നതാണ് നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടത്.